നമ്മൾ യേശുവിനെ രക്ഷകനായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആ പരിഹാരം ചെയ്തത്, അവൻ്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷയായെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ടും നമ്മളുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും. പാപങ്ങളെ ഓർത്ത് എന്ന് പശ്ചാത്താപം ഉണ്ടാകുന്നു അന്ന് ദൈവപൈതലെ അപ്പോൾ നീ യേശുവിൻ്റെ കുരിശാരോഹണത്തോടും കർത്താവിൻ്റെ പീഡാനുഭവത്തോടും നിൻ്റെ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് പ്രക്രിയയോടും കൂടി നീ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കൈ അടിച്ച് കർത്താവ് രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ രക്ഷ, മനുഷ്യൻ്റെ ആത്മരക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എന്തുകൊണ്ടാണ്? കുരിശുമരണത്തെക്കുറിച്ചല്ലാതെ, നിങ്ങളുടെ കൂടെ ഞാൻ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ കരുതിയെന്ന്. 1 കൊരിന്തോസ് 2:2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതായത് ഒരു മനുഷ്യൻ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്താ കാര്യം? അവൻ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് പകരക്കാരനായാണ്. അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളാണ്. അവൻ മൂലമാണ്, അവൻ്റെ നാമം മൂലമാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. ദൈവപൈതലേ, നീ എന്ന് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, നിൻ്റെ പാപങ്ങൾ നീ മരിക്കുന്നതിന് പകരം നിത്യമായി മരിക്കുന്നതിന് വേണ്ടി മരിക്കുന്നതിന് പകരം അവൻ മരിച്ചു. അവൻ്റെ ആ മരണത്തെ, പാപത്തെ ഏറ്റെടുത്തത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് അത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിച്ചാൽ യു വിൽ ബി സേവ്ഡ്. നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാകും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവഭക്തലേ, നീ ഇപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ കിടക്കണമെന്ന് വിചാരിച്ചോ? നീ എന്തോ നിനക്ക് ആവശ്യമുള്ള എന്തോ എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് പോയി നീ ഒരു കിണറ്റിൽ വീണെന്ന് വിചാരിച്ചോ? ഒരു പൊട്ടക്കിണറ്റിൽ വീണ. അപ്പോൾ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. നിന്നെ രക്ഷിക്കാൻ വന്ന ആൾ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ അയാളുടെ കൈയും കാലും മുഴുവൻ മുറിഞ്ഞ് ചോര വാർന്ന് പരിക്ഷീണനായിപ്പോയി. അയാളുടെ ചോരപ്പാട് കണ്ടാൽ നിനക്ക് എന്ത് തോന്നും? ഞാനിങ്ങനെ ഒരു കുരത കാണിച്ച് ചാടിയത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോര വാർത്ത് പോയത്. അപ്പോൾ അത് നിനക്കുണ്ടാകണം എന്താണ്? ആ ചോരപ്പാട് കാണുമ്പോൾ പശ്ചാത്താപം അല്ലേ? നീ അരുതാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരു മനുഷ്യനെ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇല്ലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെടാത്ത ആ അവസാനം നിത്യമരണം ആയിരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിനക്കൊരു വേദന തോന്നാം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം കാണുമ്പോഴേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പരിഹാരം അവൻ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ
നമ്മളും പട്ടി ചാകണ പോലെ ചത്ത്, ഈ പന്നി ചാകണ പോലെ ചത്ത്, പക്ഷികൾ ചാകണ പോലെ ചത്ത് മൺമറഞ്ഞു പോകത്തില്ലേ? നമുക്ക് നിത്യജീവൻ കിട്ടത്തില്ലായിരുന്നല്ലോ. ഓർക്കുക, ഇത് പറയണത് ജോസഫ് അച്ഛനാ. എന്താ കാര്യം? ഞാൻ മാതാവിനെ നേരെ കണ്ടൊരാളാണ്. അപ്പോൾ മാതാവിന് ജീവനോടെ കണ്ട ആളാണ്. എനിക്കറിയാം പുനരുദ്ധാനം എന്താണെന്ന്, എനിക്കറിയാം നിത്യജീവിതം എന്താണെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവപൈതലെ, എനിക്കും നിനക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ പാപങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മുൾക്കിരീടമായി തിരുവിലാവിലും മുറിവായി മുൾക്കിരീടമായി കരച്ചടങ്ങ് ആണിപ്പെടുത്തായി സർവാംഗം മുറിവായി അവൻ്റെ മുതുകിലാണ് ശത്രുക്കൾ ഉഴുതുമറിച്ചതെന്ന് പറയുമ്പോൾ അവനെ കാണുമ്പോൾ നമ്മൾക്ക് എന്താണ് തോന്നേണ്ടത്? അവൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഈ മനുഷ്യനെ കണ്ടാൽ അവൻ മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ലെന്ന് ഐസക്ക് തോന്നിയെങ്കിൽ നമുക്ക് എന്താണ് തോന്നേണ്ടത്? പശ്ചാത്താപമില്ലേ? ആ പശ്ചാത്താപത്തിന് ദൈവം നൽകുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. എന്തുകൊണ്ടാണ് കുമ്പസാരിച്ചിട്ടും പശ്ചാത്താപം തോന്നാത്തത്? നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ക്രിസ്തു പീഡിതനായെന്ന് നമുക്കൊരു പശ്ചാത്താപം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് പശ്ചാത്താപം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ ചേർത്ത് നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിൻ്റെ പകരക്കാരനായി നിനക്ക് വേണ്ടി നീ ഡെലിവറായി, നീ രക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് പശ്ചാത്താപം തോന്നുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കാം നിനക്കുണ്ടാകണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, പാപാവസ്ഥയ്ക്ക് വിടുതൽ നൽകിയവനെ ഓർത്തുകൊണ്ട് ദുഃഖം തോന്നണമേ, ആത്മസന്തോഷം നൽകണമേ, എനിക്ക് ആന്തരികമായ ദുഃഖം തോന്നണമേ, ദുഃഖം തോന്നണമേ. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താണ് മാർഗമെന്ന് അപ്പോസ്തലന്മാരോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന് പരിശുദ്ധാത്മാവാണ് പത്രോസിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുത്തത്? യു റിപ്പന്റ്, the Holy Spirit will be given to you. നിങ്ങൾ പശ്ചാത്തപിക്കട്ടെ. The word of God, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ സ്നാനമാണ് അവൻ സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ, അവൻ്റെ നിത്യതയിൽ വിശ്വസിച്ചാൽ, അവൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ചെയ്തുവെന്ന് അവൻ കേട്ടറിഞ്ഞാൽ, അങ്ങനെ ലോകത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നീതിമാനായ മനുഷ്യന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വരാം, പക്ഷെ പാപികളായ മക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പരിഹാര മാർഗങ്ങളാൽ ആണ് അവൻ്റെ പീഡാനുഭവത്താലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ അതിനാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാനമാണ് ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. സ്തുതിക്കട്ടെ. നിങ്ങൾ പശ്ചാത്തപിക്കുമേ. സകലരും സർവം അതായത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അംഗീകരിച്ച് അവൻ്റെ തിരുമണത്തെ വിശ്വസിച്ച് ഉയർപ്പിൽ തിരുമണത്തെ പ്രഖ്യാപിച്ച് എന്താ പ്രഖ്യാപിക്കണത്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കണത്. അപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്തു എന്ന് ഞാൻ പ്രഖ്യാപിക്കും. അതാ മരണത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയണം. അപ്പോഴെന്ത് ചെയ്യും? അവൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. എന്താണ്? അവൻ്റെ മരണത്തിൽ പിതാവായ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു.
പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ നിറവേറ്റിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ്. എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്തോഷം കുരിശുമരണമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫലമായി ലഭിക്കുന്നത് വിടുതലും പാപമോചനവും നിത്യജീവിതവുമാണ്. കൈയിട്ടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല, ബോധം കെട്ട് പോകും. അതല്ലേ ഇപ്പോൾ ലിസി കോഴിക്കോട് നിന്ന് കടക്കാർ അവരുടെ കടയില്ലേ, ലിസി കോഴിക്കോടിന് സാക്ഷ്യത്തിൽ എന്താ പറഞ്ഞത്, അവരുടെ കാശ് നഷ്ടപ്പെട്ടു. അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ വാഴലയും അതുപോലെ തന്നെ മെഴുകുതിരിക്ക് തിരിയും ഒക്കെ അസംസ്കൃത പദാർത്ഥങ്ങൾ, പിന്നെ കൂടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയ കിട വ്യവസായമാണ്. അപ്പം അത് പൈസയും കൊണ്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ അവർ കടം വാങ്ങിച്ചാണ് ഇവിടെ നാട്ടിൽ ഈ സാധനം കൊണ്ട് എത്തിയത്. പക്ഷെ അവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് പറയണേ. എന്താണ് അബദ്ധം പറ്റിയത്? ഞാനങ്ങനെ കൂളായിട്ട് ഒറ്റക്ക് ജോലി ചെയ്ത് പോകുകയായിരുന്നു. തിരിയുണ്ടാക്കും, പേപ്പർ കൂടുണ്ടാക്കും, പേപ്പർ വാഴല കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യും, അത് എൻ്റെ വിതരണം നടത്തും. അങ്ങനെ ഒരു എൻ്റർപ്രനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു അതിബുദ്ധി തോന്നി. അങ്ങനെ തന്നെ അവർ പറയണത് അതിബുദ്ധി എന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഇത് എൻ്റെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവാണ് സബ്ജക്റ്റ്, ശ്രദ്ധിക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനെ കാറ്റഗറിക്കലായിട്ട് മാത്രം തിയറട്ടിക്കലായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡൗൺ ടു എർത്ത് എപ്പോഴും ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. അപ്പോൾ അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ടായി, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്താ വിചാരിച്ച്, എനിക്കൊരു അതിബുദ്ധി തോന്നിയെന്നാണ്. അതിബുദ്ധി തോന്നിയ എന്താണ്? എനിക്ക് കുറച്ച് മെഷീനറിയൊക്കെ കൂടി വാങ്ങിച്ചാൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സിനെ ചേർത്തതിൻ്റെ അകത്ത് അതാണ് സംഭവം. അതിനവൾ പറയണത് എനിക്കൊരു അതിബുദ്ധി തോന്നി, അതാണ് എൻ്റെ അബദ്ധം പറ്റിപ്പോയെന്നാണ്. അവസാനം ഇവളുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കച്ചവടവും ഫാക്ടറിയും ഒക്കെ അവിടെ എഴുതി കൊടുക്കേണ്ടി വന്നു. ഇവർ നയ പൈസയില്ലാതെ കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്നു. അവിടെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ വീട്ടിൽ അമ്മായിയമ്മയും ഭർത്താവും കൂടി ഇവരെ പുറത്താക്കി, ഭക്ഷണം കൊടുക്കാതെ. അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയത്. ഒരു മനുഷ്യൻ തീർന്ന് വരണം കണ്ടില്ലേ? ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു ചാഞ്ചല്യം, ബുദ്ധിപരമായ ഒരു ചെറിയ ചാഞ്ചല്യം. ഈ ചാഞ്ചല്യം ഉണ്ടായാൽ നമ്മൾ നേടിയതെല്ലാം ആരുടെയെങ്കിലും ആയിപ്പോവും. ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകും? ടേക്ക് ദ ബെഡ് അപ്പ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഫോഷ ഈ രാത്രി, അങ്ങനെ ഈശോ ചോദിക്കണം, ഫോഷ ഈ രാത്രി നിന്റെ ജീവൻ എടുക്കുന്ന പക്ഷം നീ നേടിയതെല്ലാം ആരുടേതാകും?
ലൂക്ക 12:20. ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ദൈവം അവനോട് പറഞ്ഞു, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും. ആത്മാവ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്താണ്? ആത്മാവിൻ്റെ ചേഞ്ചിങ് ആണ്. ഈ ആത്മാവിൻ്റെ ചേഞ്ചിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഉടമ്പടിക്കാർ പ്രത്യേകിച്ച്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ചേഞ്ചിങ് നമുക്ക് തരുന്ന 2 ഫാക്കൽറ്റിക്കാണ് സംരക്ഷണം തരുന്നത്. നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലേ? എന്തൊക്കെയാണ്? ഹാർട്ട്, വില്ല് അല്ലേ, മനസ്സ്, പിന്നെ എന്താണ്? ചിന്ത. ഈ 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. ഇതിൽ തിയറി ഉണ്ടാക്കുന്നു, ഇത് പ്രാക്ടിക്കലിൻ്റെ ആണ്. ഇത് തിയറി ഉണ്ടാക്കും, സിദ്ധാന്തങ്ങളുണ്ടാക്കും, തിയറികളെ പ്ലാനുകളുണ്ടാക്കും. പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുന്ന ബ്രെയിനും കൊണ്ടാണ്. പക്ഷേ പ്രയോഗിക്കണം എവിടെയാണ്? ഇച്ഛാശക്തി എവിടെയാണ്? ഹാർട്ടിലാണ്. 2 ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യണത്. ഈ 2 ഫാക്കൽറ്റിക്കും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഇവിടുന്ന് ആത്മാവ് എടുക്കപ്പെട്ടാൽ ഇതുണ്ടാക്കണ എല്ലാം കണ്ടം കൊണ്ടുപോകും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:6 ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം എന്നവിടെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞ സമാധാനം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ അർത്ഥം. സമാധാനം അവിടെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 5:19. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഉടമ്പടിയുടെ ഫലങ്ങളോട് കണക്റ്റഡ് ആണ്. അതായത് ഉടമ്പടി എടുക്കുന്ന ആള് പിന്നെ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി ദൈവമായിട്ട് ബയലാറ്ററൽ എഗ്രിമെൻ്റിലായില്ലേ. അതാണ് ചിലർ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ധൈര്യം തോന്നിയെന്ന് പറഞ്ഞില്ലേ. ധൈര്യം മാത്രമല്ല, സമാധാനം തോന്നും. ധൈര്യവും സമാധാനവും ആരുടെ അതായത് ഗലാത്യർ 5:22 അനുസരിച്ചുകൊണ്ട് ധൈര്യവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ദാറ്റ് മീൻസ് വെൻ യു ഹാവ് ടേക്കൻ ദ കവനന്റ് യു ഫീൽ ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗിവൺ ടു യു. അതായത് നീ പരിശുദ്ധാത്മാവിനെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമോ സമാധാനം തോന്നിയാൽ യു ആർ ഇൻസ്പിരിറ്റഡ്, നിങ്ങൾ സ്പിരിറ്റിലായെന്ന അർത്ഥം. കാര്യം പിന്നെ എന്താ പ്രശ്നം? പിന്നെ ദൈവ എന്താ വചനം പറയുന്നത് എന്താണ്? നിങ്ങൾ ഒന്നിനേക്ക് ഫിലിപ്പിയർ 4:19 ഗലാത്യർ 5:22 പറയും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പിന്നെ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ കാരണത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയണത്? എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ ദൈവം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും തിരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞില്ലേ ഇല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാണ്. സിവിയർ കിഡ്നി പേഷ്യൻ്റ് എന്നാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്. എത്ര കൊല്ലമായി? കുറേ കൊല്ലമായി. ഇത് ഞാൻ സുന്ദരമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഒരു 200 പേരെ വെച്ച് ഒരു ദിവസം കാണുന്നുണ്ട്. എല്ലാ എത്രയോ ജോലിയുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എല്ലാം ഡയറ്റാണെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കര സിവിയർ ഡയറ്റാണ്. ഒന്നും പ്രശ്നമല്ല. അതായത് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടതവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത
നമ്മുടെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ബൈബിൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. കാര്യം ബൈബിള് സത്യവേദ പുസ്തകമല്ലേ, അതുകൊണ്ട് സത്യമേ പറയത്തുള്ളൂ. കാര്യം നിനക്കൊരു പരാജയം വന്നു, ഇപ്പോൾ ആ പരാജയം വന്നാലും, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, കോവിഡ് വന്ന് ഈ കിഡ്നി രോഗമുള്ള എനിക്ക് കോവിഡും തന്ന്, ഇതെല്ലാം എനിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെന്ന് ഞാൻ പറയുമോ? ഞാൻ പറയത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് കുരിശുരൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പങ്കാളിക്ക് മാത്രമേ കുരിശിനെ പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. മാറിയുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കൂലിവേലക്കാരനാകും. ഞാൻ കൂലിവേലക്കാരനല്ല, ഞാൻ സ്വന്തപ്പെട്ട വീട്ടുകാരനായിട്ടാണ് സുവിശേഷ വേല ചെയ്യണത്. അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് കിട്ടുന്ന പീഡാനുഭവങ്ങൾ ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ സമർപ്പിക്കും എന്നാ പറ്റും? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത്. ക്ലിയർ അല്ലേ? അത് പൗലോസ്, അതാണ് വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി. അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി ഒരു കുഴപ്പമുണ്ട്, അത് മരിയനല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃപാസനം ഫോളോ ചെയ്യണത് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി ഫ്രം മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. കാര്യം അപ്പോസ്റ്റലന്മാർക്കില്ലാതിരുന്ന ഒരു കൃപയുള്ളത്. അവർക്ക് മരിയനെക്കുറിച്ച് അത്രയും പിടിപാടില്ലായിരുന്നു. മരിയൻ റെഫറൻസ് കുറവല്ലേ, നടപടി പുസ്തകങ്ങളൊക്കെ മരിയൻ റെഫറൻസ് കുറവാണ്. ആ അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയുടെ കൂടെയാണ് അപ്രതിരോധ്യമായ മരിയൻ സ്പിരിച്വാലിറ്റി കൂടി വരുമ്പോഴാണ് ഉടമ്പടി നിന്ന് ജ്വലിക്കണത്. ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ട സ്ത്രീക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ എന്താ ചെയ്തിരിക്കണത്? അമ്മ പതുക്കെ അവൻ്റെ മക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിത്തിൻ നോ ടൈം 3 മാസത്തിനുള്ളിൽ അവർ പഴയ പവറിലേക്ക് തിരിച്ചു വരും. അപ്പം നീ ഒന്നും നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയെന്ന് പറയരുത്. നീ എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്ന് ഈശോയും അമ്മയും പോകാതിരുന്നാൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യം കുടികൊള്ളുകയും ചെയ്യും. പിന്നെ എന്താ അവർ പറഞ്ഞ കാര്യം എന്താ? എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ ഫിലിപ്പിയർ വായിച്ചില്ലേ? എന്താണ് ഫിലിപ്പിയർ 4:6 വായിച്ചില്ലേ? എന്താ വായിച്ചത്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കും. അപ്പം നിങ്ങളുടെ ധാരണകളെ അതിലേക്കിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്തകളെ, ഹൃദയത്തെയും കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും 2 ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറയരുത്. ഉടമ്പടി എടുത്തിട്ട്, ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നാളെ ആത്മാവിൽ എടുത്തിട്ട് വീട്ടിൽ ചേരുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു അരുവി ഉണ്ടാക്കരുത്. മേടിക്കാമെങ്കിൽ മേടിക്കടാ, നിന്റെ തന്തോട് മേടിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും. മനസ്സിലായി? ഉടമ്പടിക്കൊരു ജീവിത രീതിയുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതാണ്. മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചുകൊണ്ട് വരും. അത് നിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും നീ ചിഹ്നമായി പോയി കഴിഞ്ഞാൽ, നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും, നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും, നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും, നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ചെന്ന് വീണാലും, എൻ്റെ ദൈവവേദലെ മാതാവിൻ്റെ മധ്യസ്ഥത യേശുനാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ, നീ ജയിലിൽ കിടന്നാലും ശരി, ഇനി തിരിച്ചു പോകുന്ന നിൻ്റെ വീട്ടുകാരെ നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി, നിൻ്റെ ദൈവം നിന്നെ തിരിച്ചു കൊണ്ട് പുനഃസ്ഥാപിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആരാധന. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. നമ്മൾ പറഞ്ഞ ഡൽഹിക്കാരത്തെ മിനിയില്ലേ, മിനിയുടെ ഒരു സാക്ഷ്യം എന്താണെന്നറിയാവോ? അവളുടെ സാക്ഷ്യം, അവൾക്ക് മരുന്ന് മേടിക്കാൻ, ഒരു ക്രോസ് മേടിക്കാൻ പോലും കാശില്ലാത്ത ഒരു ദിവസം വന്ന്
അടുത്ത വീട്ടിൽ പോയി എരവ് മേടിച്ചാണ് പനി വന്നപ്പോൾ ക്രോസിങ് കഴിച്ചത്, ഭർത്താവിന് കൊടുത്തത്. പക്ഷെ ഇവളുടെ രോഗം എന്താ? ഗർഭപാത്രം ഇറങ്ങി വന്ന് ഹെർണിയയിലേക്ക്, അതാണ് രോഗം. ബ്ലീഡിങ്, വല്ലാത്ത ബ്ലീഡിങ്. അവളെന്താ ചെയ്തിരിക്കണത്? അപ്പോൾ ഇനി മരുന്നിന് ആശുപത്രി പോകാൻ പൈസ ഇല്ല. അവിടേക്ക് ആശുപത്രി പോകാനുള്ള അവസ്ഥ അറിയാമല്ല. പൈസ കിട്ടാനും മാർഗ്ഗമില്ല, ജോലിക്ക് പോകാനും പറ്റണില്ല, ഭർത്താവിനും ജോലിയില്ല, ഭാര്യയ്ക്കും ജോലിയില്ല, രോഗമാണ് താനും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വല്ലാത്ത ബ്ലീഡിങ്ങും. അവൾ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഉദരരോഗമുള്ളൊരു വയറ്റിൽ കൈവെക്കാൻ പറഞ്ഞു. അവൾ അതൊരു ആർത്തിയോടുകൂടി വിശ്വാസപ്രമാണം ചൊല്ലി വയറ്റിൽ കൈവച്ചോടുകൂടി ബ്ലീഡിങ് പൂർണ്ണമായിട്ട് തീർന്നു. പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേദന 4-ാമത്തെ ദിവസമാണ് വേദനയില്ലാതെ ബ്ലീഡിങ് നിന്നപ്പോൾ നോക്കിയപ്പോൾ ഗർഭപാത്രം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ മേലോട്ട് കയറിപ്പോയി. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിൽ ഞങ്ങളെ വഴി. ഈ സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾക്ക് ഒരു മുടക്കും ഇല്ലല്ലോ. കർത്താവ് നാളെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിനക്കൊരു മുടക്കും ഇല്ലഞ്ഞല്ല, ഞാൻ തന്നെ ഈ തള്ളവല്ല കൊണ്ടൊന്ന് കുത്തിയാൽ പോരായിരുന്ന, അതുപോലും കുത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി, നീ എന്ത് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കർത്താവിനെ അറിയട്ടെ, അറിഞ്ഞവരെ ആഴപ്പെടട്ടെ, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ വളർച്ച ദൈവം കാണട്ടെ. കൈയിടിച്ച് കർത്താവിനെ ഞങ്ങളെ പ്രേക്ഷിതരാക്കണമേ. നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രവൻ ദൈവമെന്നും. ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ, ശിരസ് രോഗികളെ കണ്ണ് കാത് കേൾക്കാനില്ലാത്തവർ, അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, നിർത്താത്ത പനിയുള്ളവരൊക്കെ എല്ലാം തലയിലും കൈവെക്കുക. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികളെല്ലാം നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ, ഉദര രോഗികൾ, കുടൽ രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ, ആരിസസ് രോഗികൾ, അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. കുറേ അധികം രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൈ സ്വസ്തികയായി വെച്ച് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന് വെച്ചുകൊണ്ട് പൊതിഞ്ഞു കെട്ടി കർത്താവിനെ ഉപയോഗിപ്പിക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിന് വലത് കരം, ഇടത് തിരുമുറുവാർന്ന വലത് കരം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ദിവ്യകുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, രക്തവാദക്കാരെ, വാദരാമവാദമുള്ളവരെ, കർത്താവെ അവരെ സുവശങ്ങളെ സ്പർശിക്കണമേ. കർത്താവ്, രക്തത്തിൻ്റെ അസുഖമുള്ളവരെ, രക്തം പോക്കിന് അസുഖമുള്ളവരെ, കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവർ, വല്ലാതെ കൈയുള്ളം പോലെ വിയർക്കുന്നവരെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവെ, കണ്ണ് വേദനയുള്ളവരെ, ശിരസ് വേദനയുള്ളവരെ, അതിൻ്റെ മൂലകാരണങ്ങൾ, കണ്ണിന് കാഴ്ചയുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവെ, സ്പണ്ടിലോസ് രോഗികൾ, പ്ലീഹായുടെ അസുഖമുള്ളവരെ അവർ സ്പർശിക്കണേ. കർത്താവെ, ഈശോയെ, സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ. സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ. കർത്താവെ, പേശികളെ വാദമുള്ളവരെ സ്പർശിക്കണമേ. കർത്താവെ, ഈശോയെ, കിതപ്പ് രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണേ. കർത്താവ്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, സിസ്റ്റ് രോഗികൾ, കുടലിൽ, കരളിൽ, ആന്തരിക അവയവങ്ങളിൽ സിസ്റ്റുള്ളവർ, കർത്താവെ, കൈപൊക്കാൻ പറ്റാത്തവർ, നടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവർ, ഉറക്കം നഷ്ടപ്പെടുന്നവരെ സ്പർശിക്കണേ. കർത്താവെ, ത്വക്ക് രോഗികളെ സ്പർശിക്കണേ. കർത്താവെ, ഉള്ളം കാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, എല്ലാ സർവ്വവിധ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ യേശുവേ, ആരാധന. ഹല്ലേലൂയ യേശുവേ, അങ്ങയുടെ ഹല്ലേലൂയ രക്തത്താൽ കഴുകി ഹല്ലേലൂയ ഞങ്ങളുടെ രോഗങ്ങളെ ഹല്ലേലൂയ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാദാവരേണമേ എന്നിൽ നിറയണമേ നാദാവരേണമേ സൗഖ്യം നൽകണമേ. നമ്മൾ യേശുവിനെ രക്ഷകനായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആ പരിഹാരം ചെയ്തത്. അവൻ്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷയായെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ടും നമ്മളുടെ പാപങ്ങളെ ഓർത്ത്